ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് അയിലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാനാണ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അയിക്കോറ ഫ്രൈ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാരിനേഷനും കാണിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനാദ്യമായിട്ട് വേണ്ടിയതാ ഇവിടെ അയില അതുപോലെ തന്നെ അയിക്കോറയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള 4 തക്കാളിയും ഒരു 6 7 കുഞ്ഞുള്ളി, ചെറിയ ചുവന്നുള്ളി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അയിക്കോറ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേഷൻ നോക്കാം. അതിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണോളം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, അത് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞങ്ങൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ജീരകപ്പൊടി, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് ലേശം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് ലേശം സുർക്കി ഒഴിച്ച് നമ്മൾ കരിവേപ്പിലയും ഇട്ടിട്ടാണ് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇനി ചിലവർക്ക് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതല്ല പുളിയിൽ സുർക്ക പറ്റില്ല എന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞതോ അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞതോ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നന്നായിട്ട് മിക്സിയിലേക്ക് മീനിട്ടിട്ട് നന്നായിട്ട് മീനിലെല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ നല്ല തേച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. ഒരു 1.5 മണിക്കൂർ അത് അവിടെ നിന്നോട്ടെ. കാരണം വെച്ചാൽ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കൂടും. ഒരു 10 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മളിതാ ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇട്ട് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഉള്ളി ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കരിവേപ്പിലയും ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുക്കറിലേക്ക് വിസിലടിക്കാൻ വേണ്ടി വെക്കുകയാണ്. വിസിലടിക്കാനല്ല, കുക്കറിലേക്ക് മാറ്റി വെക്കും. എന്നിട്ട് മീൻ വെക്കുന്നതാണല്ലോ, അതുകൊണ്ട് കുക്കർ മൂടിയിടണ്ട, അല്ലാണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതാക്കും. അപ്പോൾ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 2 മുറി തേങ്ങ എടുത്ത് ചിരങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഒക്കെ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പട മാറ്റിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഇതവിടെ നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ കറി ഇവിടെ തിളച്ച് വന്നപ്പോൾ മീൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അടിച്ച് വെച്ച ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് തിള വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മല്ലിയില ഉണ്ടല്ലോ, അത് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകമാണോ നോക്കുക, ഇല്ലെങ്കിൽ വേണ്ടിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.